ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണ്. എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, സ്നേഹം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്കൂൾ പിക്നിക്, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് പിക്നിക് ഉണ്ട്. അപ്പോൾ ആ പിക്നിക്കിന് പോയ ഒരു രസകരമായ എന്നാൽ അതിലൊരു ലൈഫ് ലെസൺ ഉണ്ട്. ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാനിതിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ സ്കൂളിൽ നിന്ന് മുംബൈയിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് ടീച്ചേഴ്സ് വിത്ത് സ്റ്റുഡൻസ് ഒരു പിക്നിക് ഉണ്ട്. പിന്നെ ടീച്ചേഴ്സിന് മാത്രമായിട്ടൊരു പിക്നിക് അവർ എല്ലാ ഇയറിലും അത് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് കുട്ടികളുടെ കൂടെ പോകുമ്പോൾ കുട്ടികളെയൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതേസമയം നമ്മൾ ടീച്ചേഴ്സ് മാത്രം പോകുമ്പോൾ നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ടിക്കുച്ചിനിവാടി എന്ന് പറയുന്ന മുംബൈയിലെ ഒരു വാട്ടർ പാർക്കിലേക്കായിരുന്നു ആ പിക്നിക്. അപ്പോൾ ടിക്കുച്ചിനിവാടി എന്ന് പറയുന്ന വളരെ വിശാലമായി കിടക്കുന്ന ഒരുപാട് വാട്ടർ സ്പോർട്സുകളുള്ള ഒരു വാട്ടർ പാർക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ സ്കൂൾ ബസ്സിൽ തന്നെ നമ്മൾ ടിക്കുച്ചിനിവാടിയിലേക്കുള്ള യാത്ര തിരിച്ചു. അപ്പോൾ യാത്രയിലൊക്കെ പാട്ടും ഡാൻസും, നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയാമല്ലോ, അവർ ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന, നമ്മളെക്കാൾ കുറച്ചുകൂടിയൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ അവർ നമ്മളെല്ലാം ഉല്ലസിച്ചിങ്ങനെ പോയി അവിടെ ചെന്നു ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം സ്വിമ്മിങ് അറിയാമെന്നുള്ളവർക്ക് നല്ല എൻജോയ്മെൻ്റ് ഉള്ള ഒരു ഇത് തന്നെയാണ്. ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. വരാൻ നേരമുള്ള ഈവനിങ് സ്നാക്സ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്, ഇത്രയും കഴിഞ്ഞാണ് നമ്മൾ വരുന്നത്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അവിടുത്തെ ആ ഒരു ടിക്കറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനെ കൊണ്ടുപോയപ്പോൾ ടീച്ചേഴ്സിന് ഹാഫ് പേ ആണ് നമ്മൾ സ്കൂളിൽ നിന്ന് വാങ്ങിയത്. ബാക്കി സ്കൂളിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്കൂളാണ് ബാക്കി പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തി എല്ലാവരും ഹാപ്പി ആയിട്ട് ഓരോ റൈഡ്സൊക്കെ എൻജോയ് ചെയ്തു. എനിക്ക് സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് സ്വിം ചെയ്യുന്ന ഇതിലൊന്നും ഞാൻ പോയിട്ടില്ല. ബാക്കിയുള്ള നമുക്ക് വാട്ടർ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പൂൾസൊക്കെ ഉണ്ടല്ലോ, വേൾഡ് പൂൾ പോലുള്ള ഈ വേവ്സ് വരുന്ന പൂള്, അങ്ങനെയൊക്കെയുള്ള കുറേ നമുക്ക് പോകാൻ പറ്റുന്ന എൻജോയ്, പിന്നെ റെയിൻ ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ പാർക്കിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സ്വിമ്മിങ് ഇഷ്ടമുള്ളവർക്ക് സ്വിമ്മ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്, പൂൾസുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോരോ ചാനൽ ഇങ്ങനെ തിരിച്ചിരിക്കും. ഒരു പൂളാണെങ്കിൽ അതിനെ ഇങ്ങനെ ട്യൂബ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കും. 1, 2, 3, 4, 5 ഒരേ സമയം 5 പേർക്ക് 6 പേർക്കൊക്കെ സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട്, അതിലും വലുതുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പം നമ്മളെ ഒരു ടീച്ചറുണ്ട്, വളരെ ഫ്രീ മൈൻഡായിട്ടുള്ള, ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ ടീച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മളെ സ്കൂളിലേക്ക് വന്നതാണ്. അപ്പോൾ ആ ടീച്ചർ നല്ല ഫ്രീ മൈൻഡാണ്, എല്ലാവരോടും സംസാരിക്കും. ഇപ്പോൾ അവർ ഫാമിലിയോടൊത്ത് ഔട്ട്സൈഡ് ഇന്ത്യ പോയി, യൂറോപ്യൻ കൺട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ മാം എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന് നന്നായിട്ട് സ്വിമ്മ് ചെയ്യാൻ അറിയാം. അപ്പം അവർ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ വാങ്ങി അവരൊരു പൂളിലേക്ക് പോയി. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള, നമ്മൾ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള മനുഷ്യനുണ്ട്. പേരൊന്നും ഒരു ടീച്ചേഴ്സിൻ്റെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അവർക്ക് ഇനി ഹേർട്ടിങ് ആയാൽ അത് പിന്നെ നമുക്ക് അടുത്തൊരു വിഷയമായി വരാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പേര് മെൻഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ആ ടീച്ചർ സ്വിമ്മിങ് സ്യൂട്ട് എടുത്ത് അവർ ഒരു പൂളിലേക്ക് പോയി. അവിടെ തന്നെ ഈ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അതിൻ്റെ തൊട്ടടുത്ത ഇതിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ 4-5 പേര് സ്വിമ്മ് ചെയ്യാൻ പറ്റുന്നിടത്ത് അടുത്തടുത്തുള്ള ഈ ഒരു ട്യൂബ് വെച്ച് തിരിച്ചിട്ടുണ്ടല്ലോ, ചാനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾസൊക്കെ വെച്ച് എല്ലാം റെഡിയായാണ് അവർ സ്വിമ്മ് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ എൻജോയ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വൈഫും അവിടെ സ്കൂളിൽ ക്ലറിക്കൽ ജോബ് ചെയ്യുന്നവരാണ്. സെയിം സ്കൂളിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലി ചെയ്യുന്ന ആളിൻ്റെ വൈഫ് നമ്മുടെ സ്കൂളിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലറിക്കൽ സ്റ്റാഫാണ്. അപ്പം ഇവർക്ക് സ്വിമ്മ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഈ ഹസ്ബൻഡ് നമ്മളൊരു പൂളിലേക്ക്, നമ്മൾ ഈ വാട്ടർ പാർക്കിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം സ്ഥലമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഒരു റൈഡിൻ്റെ സൈഡിലേക്ക് പോകുന്നു, അടുത്തവർ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു. അങ്ങനെ പലരും പല സ്ഥലങ്ങളിലായി തിരിഞ്ഞു പോകും. പിന്നെ കണ്ടുപിടിക്കാൻ ഒരു സമയത്ത് ഈവനിങ്ങിൽ അവർ പറഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലൊക്കെയാണ്
ഒരുമിച്ച് എത്തുന്നത്. അതുവരെ അവരവരുടെ എൻജോയ്മെൻറ്റുമായി ഓരോരോ റൈഡ്സിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വൈഫ് അഡ്മിനിസ്ട്രേറ്ററിനെ തിരക്കി ഹസ്ബൻഡ് എവിടെയാണ് പോയതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി അവസാനം ഈ പൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഈ ടീച്ചറും പിന്നെ വേറെ 2-3 ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരായിരുന്നു അടുത്തടുത്ത് സ്വിം ചെയ്തുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരേ ടാലൻറ്റ് ഒരുമിച്ചുള്ളവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? ആസ് ഫ്രണ്ട്സ് ആയാലും ആരായാലും ഒന്ന് സംസാരിക്കാനും ഒക്കെ. അപ്പോൾ ഈ വൈഫിന് ഭയങ്കര ഒരു ദേഷ്യം വന്നു. അവരുടെ അടുത്ത് ഒന്നും പറയാതെ ഇങ്ങനെ ഈ ടീച്ചറിൻ്റെ അവർക്ക് തോന്നിയത് അവർ മറ്റൊരു രീതിയിൽ അതിനെ കണ്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർക്ക് തോന്നി അവരെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ടീച്ചറുമായിട്ട് സ്വിം ചെയ്യാൻ വേണ്ടിയുള്ള അവസരത്തിന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ലേഡി ഭയങ്കരമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടാക്കി. ആസ് എ വൈഫ് അവർക്ക് ചിലപ്പം ഒരു പൊസസീവ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് പിന്നീട് എല്ലാ ടീച്ചേഴ്സും വന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ ഹസ്ബൻഡ് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഞാനിവിടെ സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് വന്നപ്പോൾ ഈ ടീച്ചറും അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളങ്ങ് എൻജോയ് ചെയ്യാനല്ലേ നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അതൊരു കോമൺ ടോക്ക് കൂടിയായിരുന്നു. അവിടെ ഞാനും ആ ടീച്ചറും മാത്രമായിരുന്നില്ല, വേറെ നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് സാറും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ഇവരായിരുന്നു അടുത്തടുത്ത് സ്വിം ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആകെ എന്തൊക്കെ ആര് പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഒന്നും ആ ലേഡിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം, മനസ്സിലായില്ലേ? അപ്പോൾ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരാ കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീയാണ്. അതായത് ഹസ്ബൻഡ് വേറെ ആരുടെ അടുത്തും കൂടുതലായിട്ട് സംസാരിക്കാൻ പാടില്ല, നമ്മളടുത്ത് തന്നെ സംസാരിക്കണം, നമ്മളടുത്ത് മാത്രമേ മിണ്ടാവൂ, അങ്ങനെയൊക്കെ. പക്ഷേ ഒരു കോമൺ പബ്ലിക് വേദിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടീച്ചറായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെടുത്തെങ്കിലും പറയാൻ പറ്റില്ല, ഞാൻ ഒരു കുട്ടിയുടെ പാരൻസ് വരുമ്പോൾ ഞാൻ ഈ അമ്മയോട് മാത്രമേ സംസാരിക്കൂ, അച്ഛനോട് സംസാരിക്കില്ല എന്നൊരു ടീച്ചറിന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഏത് ജോലിയാണോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കുന്ന ഒരു ഡോക്ടറിന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ ലേഡീസിനെ മാത്രമേ ട്രീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ ജെൻസിനെ മാത്രമേ ട്രീറ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എല്ലാവരോടും സോഷ്യലായി ഇടപെടേണ്ടടുത്ത് ഇടപെടേണ്ടി വരും. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ആ ടീച്ചറിൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല, അവരൊരു ഫ്രീ ടൈപ്പ് ഓഫ് ലേഡിയാണ്. അവർ ഇൻറ്റൻഷനലി ചെയ്തതുമല്ല. അവർ ചെന്നപ്പോൾ ഈ സാറും തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരൊന്നും ചിന്തിച്ചില്ല. അവർക്ക് അവരുടെ ബൗണ്ടറീസ് അറിയാം, അവർക്ക് എങ്ങനെയാണ് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് ബോധ്യമുള്ള ഒരു ലേഡിയായിരുന്നു ഈ സ്വിം ചെയ്ത ടീച്ചർ. അവരവരെക്കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയില്ല. ബാക്കിയുള്ളവരാണ് കിടന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വൈഫിനെ സമ്മതിപ്പിക്കാൻ നോക്കിയത്, അതായത് ശാന്തമാക്കാൻ നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പിൽക്കാലത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു ലൈഫ് ലെസൺ എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആരോട് എപ്പോൾ എത്ര കോപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരോട് എപ്പോൾ എന്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളതിന് നമ്മളൊരു ബൗണ്ടറി വയ്ക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് എന്ന് കരുതി നമുക്ക് ആരോട് സംസാരിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എന്ത് പറയാനുണ്ടോ അത് നമ്മൾ എക്സ്പ്രസീവായി തന്നെ പറഞ്ഞിരിക്കുകയും വേണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നത് പോലെ നമ്മൾ ഒരിക്കലും ഒരിടത്തും ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിൽ മനസ്സിലായി. കാരണം ആസ് എ വൈഫ് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നേരിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമെന്ന് പറയുന്നത്, നമ്മൾ ആൾക്കാരെ അറിഞ്ഞും കണ്ടും വേണം മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇതിൽ ആരുടെ ഭാഗത്തും തെറ്റില്ല. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വൈഫിൻ്റെ മനസ്സ് വേദനിച്ചു. കാരണം അവർ മെനഞ്ഞുണ്ടാക്കിയ ഡൗട്ട്സ് അത് അവരെ വേദനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുവായി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ നമുക്കൊരു ചീത്തപ്പേര് വരാൻ അതൊരു കാരണമാകാം. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു ബാഡ് നെയിം ഉണ്ടായാൽ, നമ്മളതിൽ തെറ്റുകാരി അല്ലെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായി നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, അത് സ്കൂളിലെന്നല്ല ഏതൊരു മേഖലയിലായാലും, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്
എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ലൈഫ് ലെസണാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.